കാര്യമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വ്യക്തിഹത്യക്കൊന്നും നമ്മളില്ല. പക്ഷെ രാഷ്ട്രീയ വിമർശനമല്ലാതെ അനാവശ്യമായി വ്യക്തിഹത്യയോ രാഷ്ട്രീയമായിട്ടുള്ള ആശ്വാസമല്ലാത്ത രാഷ്ട്രീയതരമായ അനാശാസ്യമായ കാര്യങ്ങൾ പറഞ്ഞ് ശക്തിയായി തിരിച്ചടിക്കുന്നത് വ്യക്തിഹത്യ ആയിരിക്കത്തില്ല, മാന്യമായ ഭാഷയിൽ ശക്തമായി തിരിച്ചടിക്കും. അതിനെല്ലാം മറുപടി കൊടുക്കും, ഉറപ്പാണ്. പിന്നെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഗാന്ധിജിയുടെ ലാളിത്യം വേണമെന്നുള്ളതാണ് ഞങ്ങൾ പഠിച്ചിരിക്കുന്നത്. ഗാന്ധിസത്തോട് പൂർണ്ണമായി യോജിപ്പില്ല, പക്ഷെ ഗാന്ധിജിയുടെ ലാളിത്യം, അതായത് പൊതുപ്രവർത്തകൻ ആഡംബരപൂർവ്വം ജീവിക്കാൻ പാടില്ല, വരുമാനത്തിൽ കവിഞ്ഞ് ജീവിതമാർഗങ്ങൾ അവലംബിച്ചുകൂടാ, അത് വരുമാനത്തിൽ കവിഞ്ഞുള്ള സ്വത്ത് ആർജിച്ചുകൂടാ, യഥാർത്ഥ വരുമാനത്തിൽ കവിഞ്ഞു. ജൂൺ 25 7-ാം ദിവസം ജൂലൈ 1-ാം തീയതി SFIയുടെ അഖിലേന്ത്യാ പഠിപ്പ് മുടക്കാണ്. ഞാൻ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റാണ്. അപ്പം സംസ്ഥാനത്തേക്ക് ഞാൻ ഒഴിഞ്ഞു, ബേബി പ്രസിഡന്റായി ഞാൻ ഒഴിഞ്ഞതല്ല. എനിക്ക് LLBയുടെ ഫൈനൽ ഇയർ പരീക്ഷ തുടങ്ങുന്ന ദിവസം ജൂലൈ 1-ാം തീയതി ഓൾ ടിക്കറ്റ് എൻ്റെ പാക്കറ്റിലെടുത്ത് വെച്ചിട്ട് ഞാൻ മറ്റുള്ളവരോടൊപ്പം യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് പോയി അഖിലേന്ത്യാ പഠിപ്പ് മുടക്കം നടത്താം. അതിന് ഞാൻ AK സെൻ്ററിൽ പോയി എല്ലാവരോടും പറഞ്ഞു, TK രാമകൃഷ്ണൻ ഉണ്ടായിരുന്നത്, ആ പഠിപ്പ് മുടക്കാൻ പറഞ്ഞു. അപ്പോൾ ഒരുപാട് കുട്ടികളോട് വന്ന് ചെയ്യുന്നു, ഒരുപാട് കോളേജുകൾ, യൂണിവേഴ്സിറ്റി കോളേജ്, സംസ്കൃത കോളേജ്, ആയുർവേദ കോളേജ്, എല്ലാം വന്നു. അപ്പോൾ രഹസ്യ പോലീസുകാരൻ വന്ന് പറഞ്ഞു, വെടിവെക്കുമെന്നുള്ള ഉറപ്പാണ്. കരുണാകരൻ സാർ വെടിവെച്ചിരിക്കും, അടിയന്തരാവസ്ഥ ആരും ചോദിക്കാറില്ല. ഇന്ത്യയിലൊന്നും ഒരു പ്രക്ഷോഭം പോലും ഉണ്ടായിട്ടില്ല, ഇവിടെ അനങ്ങിയിട്ടില്ലായിരുന്നു, JPയുടെ സമരവും തുടങ്ങിയിട്ടില്ല. അപ്പോൾ എൻ്റെ കൂടെ MP ജയകുമാറുണ്ട്, അങ്ങനെ പല ആളുകളുമുണ്ട്. പിന്നെ ബേബി സ്റ്റേറ്റ് പ്രസിഡന്റ് ആയപ്പോൾ ഞങ്ങൾ ആലോചിച്ചിട്ട് 23 പേര് പോയാൽ മതി, ബാക്കി എല്ലാവരും പിരിഞ്ഞു പോകണമെന്ന് പറഞ്ഞു. കുറേ പറഞ്ഞിട്ടും ആരും പിരിയുന്നതാണ്. എന്നാലും ഒടുവിൽ പ്രത്യേകഘാതം പറഞ്ഞ് അവരെ എല്ലാം പിരിച്ചു വിട്ടു. അവർ കോമ്പൗണ്ടിൽ തന്നെ നിന്നെങ്കിലും ഞങ്ങൾ 23 പേര്, അഖിലേന്ത്യാ ഭാരവാഹികൾ മുതൽ യൂണിറ്റ് ഭാരവാഹി വരെയുള്ള 23 പേര് ഞങ്ങൾ പ്രകടനം നടത്തി. യൂണിവേഴ്സിറ്റി കോളേജ് തെക്കേ ഗേറ്റ് കൂടി അവിടെ പിച്ചുകരല്ല, ആ ജംഗ്ഷനുണ്ട്, പേരുണ്ട് അതിന്, സ്പെൻസർ ജംഗ്ഷൻ. അതിലൂടെ ഞങ്ങൾ AG സർവീസിന് മുമ്പിൽ കൂടെ മുദ്രാവാക്യം വിളിച്ച് അടിയന്തരാവസ്ഥ, അറബിക്കടൽ, ഇന്ദിരാഗാന്ധി മൂർത്താബാദ് തുടങ്ങിയ മുദ്രാവാക്യം വിളിച്ച് ഞങ്ങൾ സെക്രട്ടേറിയറ്റിന് മുമ്പിലോട്ട് പോവാണ്. എല്ലാവരും ഗവൺമെൻറ് ജീവനക്കാരടക്കം, ഇടതുപക്ഷ ജീവനക്കാരടക്കം ഭയന്ന് ജനാല തുറന്ന് ഇങ്ങനെ നോക്കുകയാണ് ഞങ്ങൾ എന്താ സംഭവിക്കാൻ പോണത്. കൈപോലും വീശിക്കാണ് ഞാനും തയ്യാറായില്ല. ഞങ്ങൾ പോയി സെക്രട്ടേറിയറ്റ് മധ്യഭാഗത്ത് ചെന്നപ്പോൾ ഓപ്പോസിറ്റ് ഇത് വലിയൊരു വണ്ടി വന്ന്, വലിയൊരു വാഹനം വന്ന്, കരിവണ്ടി വന്നിട്ട് നിർത്തി. ശ്രീധരൻപിള്ള എന്ന് പറയുന്ന SI, അയാൾ EDM എന്നാണ് വിളിക്കുന്നത്, പുറത്ത് നല്ല ബലിഷ്ഠരുടെ BCയൊക്കെ വെച്ച ഒരാൾ. ഓരോരുത്തരെ എടുത്ത് അകത്തോട്ടെറിയും. എന്നെ അടിച്ചില്ല, ഞാനങ്ങ് കയറിയ വാലിട്ട് ചവിട്ടിയെ തൊഴിക്കുകയും ചെയ്യാവുന്നതൊക്കെ ചെയ്തു. തിരിച്ച് കണ്ടോൺമെൻറ് സ്റ്റേഷനിൽ ഇറങ്ങി താഴെ ഇറക്കി അവിടെ ഇട്ടുന്നല്ലേ. കുറേ നേരം വെയിലത്തെ ഗ്രൗണ്ടിലിട്ടിരുന്നു. പിന്നെ ഞങ്ങളെ ലോക്കപ്പിലോട്ട് കൊണ്ടുപോകാൻ അവരൊരു ഡെസ്ക് വെച്ച ഒരു വഴി ഉണ്ടാക്കി. ഇങ്ങനെ അതിൽ കൂടി എല്ലാവരെയും കൊണ്ടുപോയി. 23 ഓരോരുത്തരെയും 8 പോലീസുകാർ അപ്പുറം വന്ന് 8 അടി എല്ലാവരും അടിച്ചു. അപ്പോഴേ എന്നെ ഒന്നും ചെയ്തില്ല. അത് കഴിഞ്ഞ് ആ ഡെസ്കിൻ്റെ ആ വഴി കഴിഞ്ഞ് അപ്പുറത്തോട്ട് ചെല്ലിയ ഒറ്റ ചവിട്ടാണ്. പിന്നെ അടിയ തൊഴി എല്ലാം കിട്ടി, കണ്ണാടി അങ്ങ് പോയി. അന്ന് വാച്ച് പോയി, പിന്നെ ഞാൻ വാച്ച് കെട്ടിയിട്ടില്ല. ഒരു ഇന്ത്യൻ വാച്ച് ഉണ്ടായിരുന്നു, പിന്നെ ഞാൻ കെട്ടിയിട്ടില്ല. എന്നിട്ട് ഞങ്ങളുടെ ലോക്കപ്പിലിട്ട് രാത്രി 11 മണിക്കാണ് വെള്ളം തരുന്നത്. പിന്നെ രാത്രി 12 മണി എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രശ്നമായി. വർക്കൽ രാധാകൃഷ്ണൻ അവരെല്ലാം വന്ന് പ്രശ്നമായി. മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി റിമാൻഡ് ചെയ്തു. രാജ്യദ്രോഹ കുറ്റത്തിൽ DI ഡിഫൻസ് ഓഫ് ഇന്ത്യയോട് ഞങ്ങൾ സബ് ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു. അവിടെ 13-14 ദിവസം കഴിഞ്ഞു. അവിടെ EMS AKG ഒക്കെ ഞങ്ങൾ കാണാൻ വന്നു. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവരെ അറസ്റ്റ് ചെയ്തു, വേറെ സമരത്തിൽ. പിന്നെ അവരെ വിട്ടു, ഞങ്ങളെ വിട്ടില്ല. കോടതി കൊണ്ടുപോയി ഞങ്ങളെ ശിക്ഷിച്ചു. അതിനെ സെൻട്രൽ ജയിലിലേക്ക് അയച്ചു. 4-5 മാസം കിടന്നപ്പോഴേക്കും എൻ്റെ ഓൾ ടിക്കറ്റ് AKG വഴി ഹൈക്കോടതി കൊടുത്തു. പരീക്ഷ എഴുതാൻ പോയപ്പോഴാണ് പിടിച്ചവനോട് വാദിച്ചു.
അപ്പോൾ ഇതുവരെ കടന്ന 4 മാസം മതി, ഞങ്ങളെല്ലാം വിട്ട് കഴിഞ്ഞുകൊണ്ട് ഞാൻ LLB പരീക്ഷ എഴുതി പാസ്സായി നേരെ ഞാൻ ആലപ്പുഴയ്ക്ക് വന്നാണ് 75. ഞാൻ കൊല്ലത്ത് വെച്ച് പാർട്ടി ജില്ലാ കമ്മിറ്റി മെമ്പറായി 22 വയസ്സുള്ളപ്പോൾ, 9ാം പാർട്ടി കോൺഗ്രസിൻ്റെ കാലത്ത്. ഞാനിവിടെ വന്ന് പാർട്ടി പ്രവർത്തിക്കുകയാണ്. അതെല്ലാം നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത്. അല്ലാതെ റോസാപ്പൂ വിരിച്ച പാതയിൽ കൂടി നടന്നൊന്നുമല്ല. വളരെ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ മുതലേ നമ്മൾ ഈ പ്രവർത്തനം തുടങ്ങിയതാണ്. ഒരുപാട് മർദ്ദനങ്ങളും ഗുണ്ടായിസും ഒക്കെ നമ്മൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അന്ന് മുതൽ എന്നിട്ട് ലളിത ജീവിതം ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല. എൻ്റെ വേഷം ഇത് തന്നെയാണ്. മന്ത്രിയായാലും അല്ലെങ്കിൽ എൻ്റെ വേഷം ഇത് തന്നെയാണ്. യാതൊരു ഭൂഷണവും നമ്മൾ ചാർത്തിയിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തോട് 100% നീതി പുലർത്തിയിട്ടുണ്ട്. ആ പ്രത്യയശാസ്ത്രത്തോട് ഇനിയും നീതി പുലർത്തും. അഴിമതിക്കെതിരെ പോരാടിയതുകൊണ്ട് ഞാൻ അഴിമതിക്കെതിരെ പോരാടുന്നതാണ് മാധ്യമങ്ങളെല്ലാവരും. അതിൽ ഒരു വിട്ടുവീഴ്ച എല്ലാവരും. അത് ജയിച്ച അസംബ്ലിയിൽ പോയാൽ ഇനിയും നടത്തും അഴിമതിക്കെതിരെ. സാമൂഹിക ജീവിതത്തിൽ നടത്തും, നിയമസഭയിൽ നടത്തും. അങ്ങനെ ഒരു വർഗീയതയുമായി യോജിപ്പില്ല. ഒരു തരത്തിലുള്ള വർഗീയതയുമായി യോജിപ്പില്ല. വർഗീയത ഭൂരിപക്ഷമായാലും ന്യൂനപക്ഷമായാലും അപകടകരമാണ്. അതിനെതിരെ പോരാട്ടമുണ്ട്. എപ്പോഴും ദുരിതം അനുഭവിക്കുന്നവരുടെ കൂടെ ആയിരിക്കും. ഇന്നുവരെ അങ്ങനെ ആയാലും നാളെ അങ്ങനെ ആയിരിക്കും. എന്നാൽ സാമ്പത്തിക ശേഷി ഉള്ള ഒരാളിന് എന്നുള്ളത് കൊണ്ട് അയാളെ ശത്രുവായി കാണേണ്ട കാര്യമില്ല. അവരിലും ജനാധിപത്യവാദികളുണ്ട്. അവർക്കുള്ള അവകാശം അവർക്ക് വേണ്ടിയും ബാധിക്കും. സമ്പത്ത് ദുരുപയോഗപ്പെടുത്തി സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തി ജനങ്ങളെ ഉപദ്രവിക്കുന്നവർക്കെതിരെ നമ്മൾ പോരാടും. മുമ്പും ചെയ്തിട്ടുള്ളത്, അതൊന്നും മാറ്റമില്ല. പിന്നെ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നു. അതൊരു പ്ലസ് പോയിൻ്റാണ്. കാരണം കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ മാർക്സിൻ്റെ അവസാന ഭാഗത്ത് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാർ സ്വാഭിപ്രായങ്ങൾ നിർഭയമായി തുറന്നു പറയും എന്നാണ്. ആ ഡിക്ലറേഷനാണ് തിരികെ. പാർട്ടി രഹസ്യങ്ങളൊന്നുമല്ല ആ അഭിപ്രായം, അതൊന്നും പറയത്തില്ല. പാർട്ടി രഹസ്യങ്ങളൊക്കെ ഇപ്പോൾ വളരെ കുറവല്ലേ. പാർട്ടി നേതാക്കന്മാർ അറിയുന്നവരൊക്കെ പത്രത്തിൽ കാണും. അത് പോട്ടെ. പക്ഷേ സ്വാഭിപ്രായങ്ങൾ നിർഭയമായി തുറന്നു പറയുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. അങ്ങനെ പറഞ്ഞാണ് വിപ്ലവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ മാർക്സ് അവസാന ഭാഗത്ത് പറയുന്ന ഇത് എന്നെ എന്നും ആവേശിച്ചിട്ടുള്ളതും എനിക്ക് ഒരു മാർഗനിർദ്ദേശമായി നിന്നിട്ടുള്ള കാര്യമാണ്. ഡെമോക്രസി 3 തരത്തിലുണ്ട്. ഇപ്പോൾ ഇത് പാർലമെൻ്റ് ഡെമോക്രസിയാണ് ഇവിടെ. കാരണം മുതലാളിത്ത രാജ്യങ്ങളിലുള്ള ഡെമോക്രസിക്കാണ് പാർലമെൻ്റ് ഡെമോക്രസി, അസംബ്ലി, പാർലമെൻറ്റ് ഇതെല്ലാം ഉണ്ടാകും. അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഇന്ത്യയിലും എല്ലാം പാർലമെൻ്റ് ഡെമോക്രസിയാണ്. അത് പലതരം ഉണ്ടെങ്കിലും ചിലത് സെനറ്റ് എന്നായിരിക്കും പേര്, ചിലത് കോൺഗ്രസ് എന്നായിരിക്കും. നമുക്ക് പാർലമെൻറ്റാണ്, രാജ്യസഭ. ആ പാർലമെൻ്റ് ഡെമോക്രസി നമുക്ക് കുറച്ച് സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ചാണ് ഞാനിപ്പോൾ ഈ പത്രസമ്മേളനം നടത്തുന്നത്. ഗവൺമെൻറ് എനിക്ക് വിമർശിക്കാം. പക്ഷേ ഭരണഘടനാപരമായ മൂല്യങ്ങൾ പാലിച്ചുകൊണ്ട് വേണം. ഭരണഘടനയിലെ ജനാധിപത്യ അവകാശം, ആ ഭരണഘടനയാണ് ഈ ജനാധിപത്യ അവകാശം നൽകിയിരിക്കുന്നത്. അതിനെ മാനിക്കണം, അതിനെ വിമർശിക്കാം. ഉദ്ധവ് കുടച്ചക്രമൊന്നും പറയണം, അത് വിമർശനമല്ല. വിമർശിക്കാം, തിരുത്താം, ഭേദഗതി ചെയ്യിച്ചിട്ടുണ്ടല്ലോ. വിമർശനം വേറെ, അറിവില്ലാതെ വേണമെന്ന് പറയുന്നത് വേറെ. അങ്ങനെ വിമർശനം തിരുത്തിയുവാണ് ഇത്രയും 10 എത്രയാ ഒരുപാട് ഭേദഗതി വന്നല്ലേ. ബാങ്ക് നാഷണലൈസേഷനൊക്കെ അങ്ങനെ വന്നതല്ലേ. പ്രൈവറ്റ് പേഴ്സ് അബോളിഷൻ ബില്ല് അങ്ങനെ വന്നതല്ലേ. എത്രയോ ഭേദഗതികൾ വന്നു, നല്ല നല്ല ഭേദഗതികൾ. അതെല്ലാം കമ്മ്യൂണിസ്റ്റുകാർ പിന്തുണയ്ക്കുകയും ചെയ്തു ഇന്ദിരാഗാന്ധിയുടെ കാലത്ത്. അപ്പോൾ നമ്മൾ എന്താ പറയുക, എല്ലാ നല്ല കാര്യങ്ങളെയും പാർലമെൻ്റ് ഡെമോക്രസിയിൽ നമ്മൾ പങ്കെടുക്കുന്നു. പാർട്ടി പരിപാടി അനുവദിച്ചിട്ടുണ്ട്. പാർട്ടി പരിപാടി വിപ്ലവത്തിൻ്റെ തന്ത്രമാണ്. പാർട്ടി സ്ട്രാറ്റജി ടാക്ടിക്സ് എന്ന് പറയും. സ്ട്രാറ്റജി, തന്ത്രം, അത് വിപ്ലവത്തിന് വേണ്ടിയുള്ളതാണ്. വിപ്ലവകാലം വരെ ഉള്ളതാണ്. ആ വിപ്ലവത്തിലേക്ക് ഓരോ നിമിഷവും പ്രവർത്തനം നടന്നെടുക്കുമ്പോൾ കാലത്തിനനുസരിച്ച് മാറിയും മറിഞ്ഞും എടുക്കുന്ന നിലപാടിനാണ് അടവ് ടാക്ടിക്സ് എന്ന്. അത് മാറിക്കൊണ്ടേയിരിക്കും, കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. മാറിയില്ലെങ്കിൽ പോയി.
ആ അടവിന് സ്ട്രാറ്റജിയുമായി ബന്ധമുണ്ട്, പൊക്കിൾ കൂടി ബന്ധമാണ്. ആ സ്ട്രാറ്റജിയെ ശക്തിപ്പെടുത്തുന്നതായിരിക്കണം ഈ അടവുകൾ. അങ്ങനെയാണ് പാർട്ടി പരിപാടി. അത് പറഞ്ഞിട്ടുണ്ട്, സമാധാനപരമായ മാർഗങ്ങളിലൂടെ ജനകീയ ജനാധിപത്യ വിപ്ലവത്തിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് CPM-ൻ്റെ നയം. പീപ്പിൾസ് ഡെമോക്രസി അത് പാർലമെൻ്റ് ഡെമോക്രസിക്ക് കൂടുതൽ ഹയർ ക്വാളിറ്റിയുള്ള ഒരു ഡെമോക്രസിയാണ്. പാർലമെൻ്റ് ഡെമോക്രസി എന്ന് പറഞ്ഞാൽ മുതലാളിത്തത്തിൻ്റെ മേധാവിത്വത്തിലുള്ളതാണ്. നമ്മൾ അനുവദിച്ചിരിക്കുക, നിങ്ങൾ ഞങ്ങൾ സംസാരിച്ചോ എഴുതിക്കോ. പക്ഷേ അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ EMS ഗവൺമെൻറ്റിനെ പിരിച്ചുവിട്ടോ അല്ലെങ്കിൽ പിരിച്ചുവിടും. അപ്പോൾ ആ പാർലമെൻ്റ് ഡെമോക്രസി ലിമിറ്റേഷൻ മനസ്സിലായില്ലേ? ഇറ്റ്സ് എ ലിമിറ്റഡ് ഡെമോക്രസി. ഭരണാധികാരി വർഗത്തിനും ജന്മിമാർക്കും ബൂർഷാസിക്കും സാമ്രാജ്യത്വ പിന്തുണയുള്ള എപ്പോൾ വേണമെങ്കിലും ഇതില്ലാതാക്കാം. ഈ ജനാധിപത്യം ഭരണഘടന റദ്ദ് ചെയ്യാറ്, അടിയന്തരാവസ്ഥ റദ്ദ് ചെയ്തില്ലേ, നിലനിന്ന് റദ്ദ് ചെയ്തില്ലേ? ഭരണഘടന ഇല്ലായിരുന്നല്ലോ അന്ന്. മൗലികാവകാശങ്ങളെല്ലാം സസ്പെൻഡ് ചെയ്തില്ലേ? അപ്പോൾ അതിനുള്ള അധികാരം ഭരണാധികാരി വർഗം ബൂർഷാസിയാണ്. ജന്മിമാരെല്ലാം അവരുടെ കൂടെയാണ്. അവർക്ക് ആവശ്യമുള്ളപ്പോൾ ലോക സാമ്രാജ്യത്വവുമായി അവർ കൈകോർക്കും. ഇവിടെ അവർക്ക് ഒറ്റയ്ക്ക് ഇവിടുത്തെ പ്രശ്നം കൈകാര്യം ചെയ്യാൻ പറ്റില്ലെങ്കിൽ അവർ സാമ്രാജ്യത്വമായി കൈകോർക്കും, കോംപ്രമൈസ് ചെയ്യും. ഇത് ഞങ്ങളുടെ പരിപാടി പറയുന്നത്. അത് കഴിഞ്ഞാണ് പീപ്പിൾസ് ഡെമോക്രസി, രണ്ടാമത്തെ ടെസ്റ്റ്. അവിടെ മുതലാളിത്തം ഇല്ല, മുതലാളിത്തം അബോളിഷ് ചെയ്യും. ഭൂപരിഷ്കരണം കൊണ്ടുവന്ന് ഭൂമിയെല്ലാം ഇതാണ് ചെയ്യും. ജന്മിമാരും ഉണ്ടാവില്ല. എല്ലാ വ്യവസായ സ്ഥാപനങ്ങളും പബ്ലിക് സെക്ടറിലായിരിക്കും. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പബ്ലിക് സെക്ടറിലായിരിക്കും. മതപരമായ ഒരു കാര്യവും പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പഠിപ്പിക്കാൻ സമ്മതിക്കില്ല. മതപരമായ കാര്യമല്ല, മതത്തെപ്പറ്റി പഠിപ്പിക്കും. മതപരമായി മുതലെടുക്കാൻ സമ്മതിക്കില്ല, കാരണം സെക്യുലർ സ്റ്റേറ്റാണ്. മതത്തെപ്പറ്റി പഠിപ്പിക്കും. അതിന് ഹിസ്റ്റോറിക്കൽ റൂട്ടെല്ലാം പറയേണ്ടതായിട്ടുണ്ട്. മതങ്ങൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ലോകത്തിൻ്റെ മാറ്റത്തിൽ. അതാണ് പീപ്പിൾസ് ഡെമോക്രസി. അവിടെ ജന്മിത്വമില്ല, മുതലാളിത്തം എല്ലാം അബോളിഷ് ചെയ്യും. ഏറ്റവും ഹയറാണ് സോഷ്യലിസ്റ്റ് ഡെമോക്രസി. സോഷ്യലിസ്റ്റ് ഡെമോക്രസി അല്ലെങ്കിൽ സോഷ്യലിസ്റ്റിലേക്ക് വരുന്നതിനുള്ള ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുന്നത് ഈ പീപ്പിൾസ് ഡെമോക്രസിയുടെ കാലഘട്ടത്തിലാണ്. ലാൻഡ് റിഫോംസ്, മൊണോപ്പൊളി ക്യാപിറ്റൽ ഇല്ലാതാക്കുക, വിദ്യാഭ്യാസം പൂർണ്ണമായി സ്റ്റേറ്റിൻ്റെ കീഴിൽ കൊണ്ടുവരിക, ഇതുകൊണ്ട് എല്ലാ കാര്യങ്ങളും കൊണ്ടുവരും. എല്ലാവർക്കും തൊഴിൽ കൊടുക്കുക, സ്ത്രീകൾക്ക് പ്രത്യേക സ്വാതന്ത്ര്യം, പ്രായമായവർക്ക് പ്രത്യേക പരിഗണന, ഇങ്ങനെ വരും. ഒടുവിൽ സോഷ്യലിസ്റ്റൊക്കെ കടക്കുമ്പോഴാണ് സോഷ്യലിസ്റ്റ് ഡെമോക്രസി വിപ്ലവമാണ്. അപ്പോൾ പിന്നെ വിപ്ലവ പ്രസ്ഥാനമല്ലാതെ വേറെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഉണ്ടാവില്ല. ആദ്യകാല സോവിയറ്റ് യൂണിയനിലും ആദ്യകാല ചൈനയിലും ക്യൂബയിലൊക്കെ ഉണ്ടായ പോലെ സോവിയറ്റ് യൂണിയൻ പിന്നെ തകർന്നുപോയി, പല രാജ്യങ്ങളായി ഭിന്നിച്ചു. ചൈന ഇപ്പോൾ ഇതൊക്കെ പഠിച്ചും ഇതിൻ്റെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കിയുമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഈ നാട്ടിലെ ജനങ്ങളെ പാർട്ടിയിലേക്ക് ആകർഷിച്ച് പഠിപ്പിച്ചതും നയപരിപാടികൾ ആവിഷ്കരിച്ചതും. അത് മനസ്സിലാക്കാനും പഠിക്കാനും അത് ഗവേഷണം നടത്താനും ഒക്കെ ഞങ്ങൾ ഒരുപാട് പേര് തയ്യാറായിട്ടുണ്ട്. അങ്ങനെയുള്ള ഞങ്ങൾ ഇതൊന്നും പഠിക്കാതെയും മനസ്സിലാക്കാതെ എന്താണെന്ന് അറിയാതെയും കടന്നു വന്നിട്ടുള്ള കുറേയധികം ആളുകൾ പൊളിറ്റിക്കൽ ക്രിമിനൽസും കടന്നു വന്നു. അവർ പാർട്ടി നേതാക്കന്മാരുടെ തന്തയ്ക്ക് വിളിക്കും, തള്ളയ്ക്ക് വിളിക്കും, അസഭ്യം പറയും, അശ്ലീലപരമായ കാര്യങ്ങൾ AI-യുടെ സഹായത്തോടെ ഉണ്ടാക്കും. ഇതൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇപ്പം അതിലൊക്കെ ആസ്വദിക്കുന്ന ചില ആൾക്കാരും കാണും. പാർട്ടിക്ക് യോജിക്കാത്ത ഒരുപാട് വാദമുഖങ്ങൾ അതൊന്നും അംഗീകരിക്കുന്നില്ല, അതിൻ്റെ മുമ്പിലൊന്നും കീഴടങ്ങത്തില്ല. അതിൻ്റെ യഥാർത്ഥത്തിലുള്ള പാർട്ടി രീതി എപ്പോഴും കഴിയാവുന്നത്ര പറഞ്ഞുകൊണ്ടേയിരിക്കും.